പരിശുദ്ധ മദീനയിൽ പോയവർക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണിത്. ഇതിന്റെ കൂടെ തന്നെ പഴക്കം ചെന്ന ഒരു കിണർ കൂടി കാണാൻ സാധിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഫാത്തിമ ബിൻത് ഹുസൈൻ റളിയല്ലാഹു അൻഹയുടെ വീടാണെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചരിത്രം ഇങ്ങനെയാണ്. ആദ്യകാലഘട്ടങ്ങളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയായ പരിശുദ്ധ മസ്ജിദ് നബവിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെയും മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും വീടുണ്ടായിരുന്നത്. എന്നാൽ മുസ്ലിമീങ്ങളുടെ വർധനമനുസരിച്ച് പരിശുദ്ധമായ മസ്ജിദ് നബവി പല ഘട്ടങ്ങളിലായി വികസിപ്പിക്കേണ്ടി വന്നു. വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ ഭരണകാലം മസ്ജിദ് നബവി ഒന്നുകൂടി വിശാലത കൂട്ടി. അന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിച്ചിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഫാത്തിമ ബിൻത് ഹുസൈൻ റളിയല്ലാഹു അൻഹയ്ക്ക് ഹർറത്തുൽ വബറ എന്ന ഈ സ്ഥലത്തേക്ക് വീട് മാറേണ്ടി വന്നു. വെള്ളം ലഭിക്കാത്ത അവസ്ഥ വന്നു. മഹദി 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഒരു സ്ഥലത്ത് മഴ കൊണ്ട് വെട്ടി. അങ്ങനെ അവിടെ വെള്ളം മുറവെടുത്തു. പിന്നീട് അതൊരു കിണറായി രൂപാന്തരപ്പെട്ടു. മദീനക്കാർ അതിനെ സന്തോഷത്തോടെ സംസം കിണർ എന്ന് വിളിച്ചു.